അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പിശാച് പല രൂപത്തിലും പല കോലത്തിലും വരാറുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് മനുഷ്യരൂപത്തിൽ പിശാച് വരികയും സക്കാത്തിൻ്റെ മുതൽ മോഷ്ടിക്കുകയും ചെയ്ത ഒരു സന്ദർഭം. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു സംഭവം കൂടി നമുക്ക് കാണാൻ പറ്റും. പിശാച് മനുഷ്യരൂപത്തിൽ വന്ന വേറൊരു സംഭവം കൂടി ഉണ്ട്. ബദർ യുദ്ധത്തിന് മുമ്പ് ഖുറൈശികളെ ധൈര്യപ്പെടുത്താൻ ഇബ്ലീസ് അഥവാ ശൈത്വാൻ സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന മനുഷ്യന്റെ വേഷത്തിൽ വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും, ആരും നിങ്ങളെ തോൽപ്പിക്കുകയില്ല എന്ന് അവൻ അവർക്ക് ഉറപ്പ് നൽകി. പക്ഷേ അള്ളാഹുവിൻ്റെ മലക്കുകൾ ബദറിൽ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ശൈത്താൻ പേടിച്ചു. എന്നിട്ട് ഖുറൈശികളോട് അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല, ഞാൻ നിങ്ങൾ കാണാത്തത് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓടിക്കളഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാച് മനുഷ്യനെ വഞ്ചിക്കും. അവൻ മനുഷ്യനെ ഒരു പ്രതിസന്ധിയിലേക്കും പ്രയാസത്തിലേക്കും തള്ളിയിടുകയും അവൻ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ പിശാചിൻ്റെ ഷെറിൽ നിന്ന് കാവൽ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മുടെ മക്കൾ പിശാചിൻ്റെ ഷെറിൽ പെടാതിരിക്കാൻ, പിശാചിൻ്റെ ഫിത്നയിൽ പെടാതിരിക്കാൻ നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരണസമയത്ത് പിശാചിൻ്റെ ഒരു റാഞ്ചലുണ്ട്. ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ അവൻ വഴിവഴപ്പിക്കുകയും അവൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലേക്കാണ് പോവുക. അപ്പോൾ ആ ഒരു സന്ദർഭം ഇല്ലാതിരിക്കാൻ, ഈമാനോട് കൂടി മരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും, എല്ലാവിധ ഷർറിൽ നിന്നും, എല്ലാവിധ സിഹറുകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.